Dear students, a patient undergoes a lumbar puncture and the CSF pressure is measured at 20 centimeter water. What is the CSF pressure in millimeter Hg? Options: 10 millimeter Hg, 40 millimeter Hg, 20 millimeter Hg, 30 millimeter Hg. അപ്പോൾ നമ്മളിവിടെ കൃത്യമായ ഒരു കാൽക്കുലേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈവൻ BP പോലും ചിലപ്പോൾ സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ എന്നുള്ള ലെവലിലേക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ യൂണിറ്റ് ഇട്ട് ചോദിക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ BP എന്ന് പറയുന്നത് കണ്ണുടച്ച് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന കാര്യമാണ്. നോർമൽ എന്ന് പറയുന്നത് 120/80 millimeter Hg എന്നുള്ളത്. പക്ഷേ ഇത് സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറിൽ തരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റണം? അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനകത്ത് സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ തന്നിരിക്കുന്ന കാര്യം മില്ലിമീറ്റർ Hgയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറിനെ മില്ലിമീറ്റർ ഓഫ് Hg ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനെ 0.74 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.74 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 0.74 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 × 0.74 എന്ന് പറയുന്ന അല്ലെങ്കിൽ 0.74 എന്ന ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് 14 ആണ്, 14 ആണ്. ഇനി നേരെ തിരിച്ചു കൂടി മനസ്സിലാക്കുക. മില്ലിമീറ്റർ Hgയെ നമുക്ക് സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ 1.36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1.36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറിനെ മില്ലിമീറ്റർ ഓഫ് വാട്ടറിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് മില്ലിമീറ്റർ ഓഫ് വാട്ടറിലേക്ക് മാറും. അപ്പോൾ ഈ പ്രഷർ എന്ന് പറയുന്നത് 3 റീഡിങ്ങിൽ നമ്മൾ പറയാറുണ്ട്. മില്ലിമീറ്റർ Hg കോമൺ ആണ്. ചില സമയത്ത് സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറിലും പറയും, ചില സമയത്ത് മില്ലിമീറ്റർ ഓഫ് വാട്ടറിലും പറയും. അപ്പോൾ ഏതാണ് യൂണിറ്റ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ആൻസറിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കേവലം ആ വാല്യൂസ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. അപ്പോൾ ഇത് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഒരു സമയത്ത് നോർമൽ BP എന്ന് പറയുന്ന കാര്യം പരീക്ഷയ്ക്ക് ചോദിച്ചു. 120/80 എന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് കണ്ണും പൂട്ടി ആൻസർ ചെയ്തു. പക്ഷേ മില്ലിമീറ്റർ Hg എന്നല്ലായിരുന്നു യൂണിറ്റ്, അവിടെ സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ എന്നായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ BP നോർമൽ അതല്ല, BP വളരെ കുറവാണ് ആ സാഹചര്യം. അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും മില്ലിമീറ്റർ ഓഫ് Hgയിൽ കിടക്കുന്ന ആ വാല്യൂവിനെ നമുക്ക് സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറിലേക്ക് മാറ്റി നോർമലായിട്ട് എത്ര ആണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് 1.36 കൊണ്ട് 2 വാല്യൂവിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ ഇപ്പോൾ DMEയുടെ നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഉറപ്പായ ഒരു സാഹചര്യത്തിൽ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലവും സമയവും അതേപോലെ തന്നെ അവസരങ്ങളും ആർക്കും വേണ്ടി കാത്തു നിൽക്കുകയില്ല. അപ്പോൾ എത്രമാത്രം നമ്മൾ ഡിലേ ആക്കുന്നു, ആ ഡിലേ ആക്കുന്ന സമയം നമ്മൾ അവസാന നിമിഷം സ്ട്രഗിൾ ചെയ്യും. എങ്കിൽ മാത്രമേ ഇപ്പോൾ ഓടാൻ തുടങ്ങിയ ആൾക്കാരുടെ കൂടെ ഓടി കയറാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. സോ ഒരു കാരണവശാലും സമയം പാഴാക്കാതെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാകുക. അതിനുവേണ്ടി നിങ്ങളുടെ ചുറ്റുപാടും ഏതൊക്കെ തരത്തിലുള്ള അവസരങ്ങളുണ്ടെന്നുള്ള കാര്യം പരിശോധിക്കുക. അതിലേക്ക് എത്തപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ കൈപിടിച്ച് അതിലേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.